നീയൊക്കെ എന്നെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കോ? ഒരു മിനിറ്റ്. ഷേർലി, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ രാത്രി 11 മണിക്ക് വരാല്ലേ പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ പകല് 11 മണിക്കാണ് വന്നെ. ഒരു മിനിറ്റ് ഷേർലി. ഹലോ, എന്റെ പൊന്നുമോനെ, ചാൻസ് ചോദിച്ചൊന്നും ഇപ്പൊ വിളിക്കല്ലേ, ഞാനാകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. സാർ ചായ. എന്റെ നെഞ്ചത്തേക്ക് ഒഴിക്കണം, നെഞ്ചത്തേക്ക് ഒഴിക്കണം. ഒരു മിനിറ്റേ. അതെ, ഞാൻ ഇത്തിരി തിരക്കില, പിന്നെ വിളിക്കാട്ടോ. പണ്ട് പിയാനോ പഠിക്കുമ്പോൾ ഇവിടെ ഗുണമായി. ഗണപതി വന്നിട്ടുണ്ട്. റെയിൽവേ പാളത്തിന്റെ ഇടയ്ക്കാണ് വരാൻ ഇവനെന്നാ ഉരുള എക്സ്പ്രസ് ആണ്. എല്ലാം ഓക്കെ അല്ലേ മോനെ? ഒന്നും ഓക്കെ അല്ല മോനെ സജി. ബോസും ഞാനും ഭയങ്കര ചൂടില്ല. പ്രൊഡ്യൂസറോട് പറഞ്ഞ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി. നീ നിന്റെ ബോസും ചൂടിലല്ലേ? ഞാൻ ഇവിടെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുക. ഒരാവശ്യമില്ലാതെ വെറുതെ തല്ലിപ്പൊടിച്ച് കളയാനായിട്ട് 40 സ്കോർപിയോ വണ്ടി വേണമെന്നും പറഞ്ഞോണ്ടിരിക്കുക, അതും ബ്ലാക്ക്. ഡയറക്ടർ ഓരോ കോതമംഗലത്തെ പുള്ളിയുടെ വീടേ. ആകെ 10 എണ്ണം കിട്ടിട്ടുള്ളൂ. 40 എണ്ണം കിട്ടിയില്ലെങ്കിൽ ഷൂട്ട് മുടങ്ങും. ഷൂട്ടിംഗ് എന്തായാലും മുടങ്ങും. പൊന്നു സുഗ്രീവ, അല്ല ഗണപതി, പ്രതാപ സാർ ഒന്ന് വന്നോട്ടെ. അതെ, തീരുമാനം ഉണ്ടാക്കാനുള്ള ആളെത്തിയിട്ടുണ്ട്. അയ്യോ, 40 സ്കോർപിയോ റെഡി ആയിട്ടില്ല. അതെ, ഞാനിപ്പോ വരാം, ഇത്തിരി തിരക്കില്ല. 40 അല്ല, ഹലോ. ശശി, ടൗണിന്റെ സെന്ററിൽ കിടക്കുന്ന പ്ലോട്ടാ. ഒരു 70 CR കിട്ടിയാൽ കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. സംസാരിച്ചിട്ട് വിളിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തായി ഡയറക്ടറെ, എവിടം വരായി? ഷൂട്ടിംഗ് എന്ന് തീർക്കാനാ പരിപാടി? ഇനിയിപ്പോ ഒരു 50 ദിവസം കൂടി ഇല്ലാതെ ചെയ്ത് തീർക്കാനായിട്ട്. 50 ദിവസം? എടോ, തന്നോട് ഞാൻ ഈ പരിപാടി പ്ലാൻ ചെയ്തപ്പോഴേ പറഞ്ഞതാ 40 ദിവസം കൊണ്ട് തീർക്കണമെന്ന്. അത് സാർ, എനിക്കിത് വിഷുവിന് ഇറക്കേണ്ട പടവാ. ഈ പോക്ക് പോയ ഇത് വിഷുവിനല്ല ക്രിസ്മസിനും ഇറങ്ങുന്നു തോന്നുന്നില്ല. മാത്രമല്ല, ഈ പടം ഇറങ്ങുന്നതിനും ഇവൻ ഔട്ടായി പോവുകയും ചെയ്യും. എന്താ പരിപാടി? ഇന്ന് ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ ആണ്, പിന്നെ ഒരു ഫൈറ്റും ഉണ്ട്. ഹീറോ? ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തെ ഇവനൊക്കെ വെറും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഹീറോ എന്തിയേ? പുള്ളി റെഡിയാ. വേഗമൊക്കെ റെഡി ആയിട്ട് വരാൻ പറ, ഇല്ലെങ്കിൽ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് അവനും ഔട്ടാവും. നല്ല കിടിലം ബ്രാൻഡ്. ഇവർക്ക് ബ്രാൻഡി ഉണ്ടോ? പരിപാടി നടക്കട്ടെ. സാറേ, ആ ബോസിന്റെ ഗണപതി വന്ന് നിൽപ്പുണ്ട് അവിടെ. വിട്ടുപോകാൻ പറയാം സാർ. മോനെ, ഞാൻ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ട് പ്രതാപ സാർ ബോസിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് മോൻ ഇപ്പൊ വിട്ടോ. അതിനാണെങ്കിൽ അത്ര നേരം വേര് കൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ മൂപ്പർ ഒറ്റയ്ക്ക് ഓക്കെ ആക്കണ്ട. മൂപ്പര് ബോസിനെ കണ്ടിട്ട് ഓക്കെ ആക്കിയാൽ മതി. സാറെന്താ ബോസ് വിളിച്ചൊരു ഫോൺ എടുക്കാത്ത? 5-6 മാസമായാലും സാറ് ഞങ്ങളുടെ ചുറ്റിക്കുന്നു. നിന്റെ ബോസിന്റെ ഫോൺ എടുക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങളോട് ചർച്ച ചെയ്തോണ്ടിരുന്നത് അല്ലേടോ? പിന്നെ അതിനൊരു തീരുമാനം ആവുമ്പോ ഞാൻ ഫോൺ എടുത്തോളാം. ബോസിനോട് പറഞ്ഞാൽ മതി, നീ വിട്ടോ. ഞാൻ പോണേ പോയിക്കോളാം. പക്ഷെ ബോസ് നേരിട്ട് ഇടപെട്ട പ്രശ്നമാണ്. സിനിമയാണ്, ഷൂട്ടിംഗ് ആണെന്നൊന്നും ഒരു ബോധമില്ലാത്ത മനുഷ്യൻ വന്നിറങ്ങി കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റും വെടിക്കെട്ട് ഒരുമിച്ച് നടത്തും. നീ എന്താ പേടിപ്പിക്കുക? നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ നിനക്ക്? മാഫിയ ശശി. സിനിമയിൽ ഇവര് തല്ലുകൊള്ളുന്നവരാണെങ്കിലും അത്യാവശ്യത്തിനെ കൈകാര്യം ചെയ്യാൻ ഇവര് ബെസ്റ്റാ. വെറുതെ ശശിയെ തല്ലുകൊള്ളാതെ നീ പോടാ. എന്റെ പൊന്നു ഗണപതി, ഇതൊന്നും എടുത്തോട്ടെ. നായകന്റെ ഇൻട്രോഡക്ഷൻ സീനാ, ഇപ്പൊ തീരും. നീ ഒന്ന് അടങ്ങടാ. നിന്റെ സാറ് പറഞ്ഞതൊക്കെ എന്റെ ബോസ് കേട്ടു. നീ എന്താ പറഞ്ഞേ? ഇത് നായകന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നായകന്റെ അല്ല, വില്ലന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഗണപതി, മലയാളത്തിലെ നമ്പർ 1 പ്രൊഡ്യൂസറിന്റെ ലൊക്കേഷനിൽ കയറിയിട്ടാ നീ നിന്റെ ബോസ് അലമ്പുണ്ടാക്കണേ. സജിമോനെ, இந்த നമ്പർ 1 നമ്പർ 2 എല്ലാം പാപ്പ വിളയാട്ട്. ഹി ഈസ് ദ ഓൺലി വൺ, ദ മെഗാ വൺ. നീ ഇങ്ങനെ ഹരീഷ് കിണാറിന്റെ ഫിഗറും വെച്ച ബാലങ്കനാരിലോട്ട് പെരുമാറില്ല എന്റെ ഗണപതി. റെഡി, ലെറ്റ്സ് ഗോ ഫോർ എ റിഹേഴ്സൽ. കട്ട്. ആരാ വണ്ടിയാണത്? ബോസ് വന്നല്ലോ.
ബുദ്ധി. ആനയുടെ അണ്ണാക്കിലേക്കാണോ എന്ന് കയറുന്നത്? അമ്മേ! ബഹുമാനപ്പെട്ട പ്രതാപൻ സാറേ, നമസ്കാരം. എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ പടം തീർക്കാൻ കാശില്ലാന്ന് നിങ്ങൾ വന്ന് കരയുമ്പം ഞാൻ ഇതങ്ങോട്ട് തെരഞ്ഞു തരുന്നു. പിന്നെ പണ്ട് സിനിമയിൽ ചാൻസ് തിരണ്ടി നടന്ന് കിട്ടാത്തതിന്റെ വിഷമം അങ്ങ് മൂക്കുമ്പോൾ ഇതുപോലെ ഒരുത്തൻ ആക്ഷൻ പറയുമ്പം ഞാൻ അതിന്റെ ഇടയെ കൂടെ കയറി അത് അങ്ങ് തീർക്കും. കിട്ടാനുള്ള കാശ് കിട്ടാൻ അത് ബെസ്റ്റാ. എന്റെ ആക്ഷന് കട്ടു പറയാൻ ഇവിടെ ഒരുത്തനും ആയിട്ടില്ല. എന്റെ സെറ്റിൽ കയറി ഒന്ന് അലമുണ്ടാക്കിയിട്ട് നിനക്കിനി മലയാള ഇൻഡസ്ട്രി കിടന്ന് പൊളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ബോസേ? എന്റെ പ്രതാപ പോത്ത അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാ ഞാൻ. എന്നെ നീ ടൂർണമെന്റിന് ഇറക്കരുതായിരുന്നു. നീ ഇറക്കി അല്ലേ വിളിക്കണേ? പ്രതാപ് സാറേ, ഞാനും കുറെ പടമൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടവന്റെ കാശ് കടം വാങ്ങിച്ച് കീശയിൽ വെക്കും. എന്നിട്ട് ആ കാശ് തിരികെ ചോദിക്കുമ്പോ കാശിയിൽ പോകാൻ പറയും നിങ്ങളുടെ അളിഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, അത് 8 മടക്കി അങ്ങ് മടിക്കുത്തിന്റെ താഴെ വെച്ചാ മതി. ഇതേ മുതല് വേറെ. ഇനി ഫോൺ എടുക്കാത്തവന്മാർക്ക് കുനിച്ചെറുതി ഇടിയ. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. അതാണ് ബോസ് മാസ്ക. നീയൊക്കെ ആരായാലും ഇറങ്ങി പോടാ എന്റെ സെറ്റിൽ നിന്ന്. മലയാള സിനിമയിൽ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ കാശില്ലാതെ തെണ്ടി ഞൊണ്ടി നടന്ന നിന്നെ കയ്യിലെ കാശ് തന്ന് ഇതുപോലെ നിവർന്നു നിൽക്കാൻ ആളാക്കിയ എന്നെ നീ റാവരപ്പിച്ചു. തന്ന കാശ് തിരിച്ചു ചോദിക്കുമ്പോ ഈ ജാതി ഉടായ്പ് പഞ്ച് ഡയലോഗുമായിട്ട് വന്നാലുണ്ടല്ലോ, ഉള്ളംകാലി മുള്ളാണിയടിച്ച് നടുറോട്ടിലിട്ട് ഇലുവരപ്പിക്കാൻ. മനസ്സിലായോ? ഉനക്ക് പൊണ്ടാട്ടി കുഴന്തകളെ പാക്കണംനാ മര്യാദ ഞാൻ പണത്തെ തിരിപ്പി കൊടുത്തിട്ട് മവനെ കൊലഗാണ്ടില இருக்க കൊല്ലാമ വിട മാട്ടേ. ആരാടാ ഈ പടത്തിന്റെ ഡയറക്ടർ? ഞാനാണ് സാർ. അവനെടുത്ത് വണ്ടിയിൽ അയ്യോ, ഇങ്ങോട്ട് വാടാ. ഇവന്റെ ലാസ്റ്റ് പടം. ഇങ്ങോട്ട് പോരാ. അവന്റെ ഒരു തൊപ്പി. തൊപ്പിയില്ലാതെ ഡയറക്ഷൻ വരില്ല.